എല്ലാവർക്കും നമസ്കാരം. ജനകീയ സഭ 3 എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ഇവിടെ പ്രസന്റ് ചെയ്യുന്ന വിഷയം വൈദ്യുതി മേഖല കേരള മോഡൽ ഒരു അവലോകനം. ജനകീയ സഭ 3. ജനകീയ സഭ 2 കഴിഞ്ഞ ആഴ്ചയിലെ ഇതേ ദിവസം നമ്മൾ വൈദ്യുതി മേഖലയുടെ നവോത്ഥാനം കേരളത്തിൽ ഒരു അവലോകനം, ഇതിനെപ്പറ്റി നമ്മുടെ മിസ്റ്റർ അജിത്ത് വളരെ വലിയൊരു പ്രസന്റേഷൻ, മനോഹരമായ ഒരു പ്രസന്റേഷൻ നടത്തി. അതില് ഏതാണ്ട് ഒരു 100 പേർക്ക് അടുത്ത് അറ്റൻഡ് ചെയ്തിരുന്നു. അവരെല്ലാവരും വളരെ ആകാംക്ഷയോടെ ആ പ്രസന്റേഷൻ കംപ്ലീറ്റ് കേട്ടു. അത് ഒരുപാട് പേര് അതിനെപ്പറ്റി അപ്രീഷിയേറ്റ് ചെയ്ത് പറഞ്ഞു. അതിന്റെ നെക്സ്റ്റ് പാർട്ടാണ് ഇന്ന് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇതെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കേരളത്തിലെ സ്മാർട്ട് മീറ്റർ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ നവോത്ഥാനം അതിലൂടെയാണ് വരുന്നത്. നാഷണൽ ഗ്രിഡില് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു നാഷണൽ സ്മാർട്ട് ഗ്രിഡിലേക്ക് കണക്റ്റഡ് ആകുന്നത് നമ്മുടെ വീട്ടിൽ സ്ഥാപിക്കുന്ന സ്മാർട്ട് മീറ്ററിലൂടെയാണ്. അതല്ലാതെ നമ്മുടെ വീട്ടിൽ ഇന്നിരിക്കുന്ന ഒരു ഇലക്ട്രോണിക് മീറ്റർ പോലെയുള്ള ഒരു മീറ്റർ മാത്രമല്ല ഈ സ്മാർട്ട് മീറ്റർ. അപ്പൊ സ്മാർട്ട് മീറ്റർ കേരളത്തിൽ സ്ഥാപിക്കുന്നതിന് അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളിൽ സ്ഥാപിക്കാനായിട്ട് സെൻട്രൽ ഗവൺമെന്റ് അതിന്റെ ആ എമൗണ്ടിൽ അതിന്റെ എക്സ്പെൻസ് വളരെ കൂടുതലായതുകൊണ്ട് പറഞ്ഞത് ടോട്ടക്സ് മാതൃകയിൽ ചെയ്യുക, അതിന്റെ ഫണ്ട് ഗവൺമെന്റ് ഫണ്ടോടുകൂടി സപ്പോർട്ടോടുകൂടി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തില് അതിന്റെ അകത്ത് എന്തൊക്കെയോ ന്യൂനതകൾ, എന്തൊക്കെയോ ഒരു പ്രൈവറ്റൈസേഷന്റെ സാധ്യത തോന്നിയിട്ട് പലരുടെയും സ്വാധീനങ്ങളിലൂടെ അത് ക്യാപെക്സിലേക്ക് പോയി. നമ്മൾ ഇന്നലെ നടന്ന ഹിയറിംഗിന്റെ റിസൾട്ട് ഏകദേശം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ക്യാപെക്സ് മോഡലിൽ നടപ്പാക്കുന്ന ആ പദ്ധതിയിലൂടെ തീർച്ചയായിട്ടും നാളെ ഈ വരുന്ന, അതായത് KSEB ഏറ്റെടുക്കുന്ന ആ വലിയൊരു ബാധ്യത KSEB വഴി അവരുടെ ഓൺ ഫണ്ട് എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഓൺ ഫണ്ട് എന്ന് പറഞ്ഞാൽ എവിടുന്നെങ്കിലും ലോൺ എടുക്കും. അത് ഇനി വരുന്ന ഹിയറിംഗിലൂടെ അല്ലെങ്കിൽ താരിഫ് റിവിഷനിലൂടെ നമ്മുടെ തലയിൽ തന്നെ വരുമെന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പൊ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മൾ അങ്ങനെ ചെയ്യണമെന്നല്ല പറയുന്നത്, നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ ടോട്ടക്സ് മാതൃകയിൽ നടപ്പാകാത്ത സാധനം ഇനി ക്യാപെക്സിലൂടെ വന്ന് ഈ നമുക്ക് ഉപഭോക്താക്കൾക്ക് വലിയ ആക്കിയെടുക്കേണ്ട ആവശ്യകതയുണ്ടോ? പക്ഷെ ആ ഒരു ചോദ്യം തന്നെ തെറ്റാണ്. നമുക്കറിയാം, സ്മാർട്ട് മീറ്റർ ഇനിയുള്ള സമയങ്ങളിൽ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഗ്ലോബലി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാര്യങ്ങളിലൂടെയാണ് നമ്മൾ നീങ്ങുന്നത്. ഈ വിഷയം ഞാൻ ഒരുപാട് സംസാരിച്ച് നീട്ടുന്നില്ല. നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിംഗിലേക്ക് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ പേരെയും ഈ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 60 പേര് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ KDSPC ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്നതെങ്കിലും ഇത് പൊതുവായിട്ടുള്ള ആൾക്കാർ, ഔട്ട്സൈഡ് ഉള്ള ആൾക്കാരും എല്ലാവരും ഈ മീറ്റിംഗിൽ ഇന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രസന്റേഷനായിട്ട് ഞാൻ മിസ്റ്റർ അജിത്തിനെ ക്ഷണിക്കുന്നു. താങ്ക് യു സർ. അപ്പോൾ കഴിഞ്ഞ പ്രസന്റേഷൻ എനിക്ക് ഒത്തിരി പേര് റെസ്പോൺസ് അറിയിച്ചു, നേരിട്ട് വിളിച്ചു, അല്ലാതെ തന്നെ മെസ്സേജിലൂടെ അറിയിച്ചു. അപ്പൊ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പരിപാടിയിലേക്ക് കടക്കട്ടെ. അപ്പൊ നമുക്ക് കഴിഞ്ഞ പ്രസന്റേഷനിൽ നമ്മൾ ചർച്ച ചെയ്ത ചില കാര്യങ്ങളെ പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോകാം. അപ്പോ വൈദ്യുതി മേഖലയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് സർക്കാർ, KSEBL, റെഗുലേറ്ററി അതോറിറ്റി, ഉപഭോക്താക്കൾ, ഇവരുടെ പങ്കെന്താണ് എന്ന് നമ്മൾ ചർച്ച ചെയ്തു. പിന്നെ എന്താണ് റിയൽ ടൈം ഡാറ്റ, അതിന്റെ ആവശ്യകത എന്താണ്, ഉപഭോക്താക്കളുടെ സമയാസമയമുള്ള ഇലക്ട്രിസിറ്റി കൺസംഷൻ പാറ്റേൺ ആണ് നമ്മൾ റിയൽ ടൈം ഡാറ്റ എന്ന് പറഞ്ഞു. ആ റിയൽ ടൈം ഡാറ്റ ഡിസ്കോമിന് ലഭ്യമാകുന്ന ടെക്നിക്കൽ സപ്പോർട്ട്, ആ ടെക്നിക്കൽ സപ്പോർട്ടിനെയാണ് നമ്മൾ അഡ്വാൻസ്ഡ് മീറ്ററിംഗ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന AMI ഇംപ്ലിമെന്റേഷൻ പാക്കേജ് ആണ് RDSS, അതായത് റീവാംപ്ഡ് ഡിസ്ട്രിബ്യൂഷൻ സെക്ടർ സ്കീം എന്ന് പറയും. RDSS can be implemented through either through TOTEX model or CAPEX model. ഇതിൽ ഏത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വൈദ്യുതി മേഖല കേരള മോഡൽ എന്നാണ് കൊടുത്തിരിക്കുന്നതിന്റെ പേര്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നവോത്ഥാനം എന്നാണ് കൊടുത്തത്. അതായത് നവോത്ഥാനം എന്ന് പറയുമ്പോൾ ആയിരിക്കുന്ന നമ്മൾ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള വേറൊരു ഉയർന്ന തലത്തിലേക്ക് എത്തുന്നതിനെയാണ് നമ്മൾ പറയുന്നത്. ഇന്നിപ്പോ കേരള മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്താണ് ഈ വൈദ്യുതി മേഖലയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതിലെനിക്ക് ലഭ്യമായ വിവരങ്ങൾ അതേപടി ഞാൻ പ്രസന്റ് ചെയ്യുകയാണ്. ഇവിടെ എനിക്ക് 2 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഒന്ന്, നമ്മുടെ മലയാളിയുടെ പൊതുബോധവും രാഷ്ട്രീയ ബോധവും എന്താണ് ഇന്റർടൈൻഡ് ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഴവരിക്കാൻ
വലിയ പ്രയാസമാണ്. ഒരേ വിഷയത്തിന്റെ മെറിറ്റിനെ തന്നെ വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണമുള്ളവർ വ്യത്യസ്തമായിട്ടായിരിക്കും ഉൾക്കൊള്ളുകയും അവരുടെ പ്രതികരണവും വ്യത്യസ്തമായ രീതിയിലായി. രണ്ടാമത്, KSCBL എന്നാൽ ഞാൻ അതിനെ കാണുന്നത് കേരള സമൂഹത്തിൽ ഇവിടുത്തെ സാഹചര്യം അനുസരിച്ച് രൂപപ്പെട്ടു വന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. അതുകൊണ്ട് KSCBLന്റെ നല്ല പ്രവൃത്തികളെ വിസ്മരിച്ചുകൊണ്ടാകരുത് അതിന്റെ കോട്ടങ്ങളെ പറ്റി നാം ചർച്ച ചെയ്യേണ്ടത്. നമ്മളിപ്പോ ഈ ഇരുന്ന് വെട്ടം കണ്ടുകൊണ്ട് നമ്മൾ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് KSCBയുടെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ്. അത് നമ്മൾ അംഗീകരിക്കണം. പിന്നെ KSCBLനെ പറ്റി ഞാനിവിടെ നടത്തുന്നത് ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു കോണ്ടെക്സ്റ്റൽ ക്രിറ്റിസിസം ആയിട്ട് മാത്രമാണ് നിങ്ങളെല്ലാം കാണേണ്ടത്. ഈ ഇത്രയും മുഖവരയായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കട്ടെ. അപ്പം AMI സ്മാർട്ട് മീറ്റർ കാലഘട്ടത്തിന്റെ അനിവാര്യം എന്ന് ഞാൻ കഴിഞ്ഞ പ്രസന്റേഷനിൽ പറഞ്ഞിരുന്നു. അപ്പൊ അതിനുശേഷം പല കോണുകളിൽ നിന്നും കേൾക്കാനിടയായ ചില സംശയങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. എല്ലാം നമ്മുടെ ഒരു സാധാരണക്കാരന്റെയും അല്ലെങ്കിൽ ഇച്ചിരി ഒന്ന് നോളജ് ഉള്ള ആൾക്കാരുടെ തന്നെ സംശയങ്ങളൊക്കെ തന്നെയാണ്. സ്മാർട്ട് മീറ്ററിനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഡിസ്കോം ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കുക എന്നതിനല്ലേ? കറണ്ട് മോഷണം ഒഴിവാക്കൽ ഡിസ്കോമിന്റെ തലവേദനയല്ലേ? അതിനുവേണ്ടി നമ്മൾ എന്തിനാ സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്നത്? അല്ലെങ്കിൽ മീറ്റർ ആസ്തിയായി കാണിച്ച് AMISPക്ക് ബാങ്ക് വായ്പ തരപ്പെടുത്താനുള്ള കുറുക്കുവഴി ഒരുക്കുകയല്ലേ റോട്ടക്സ് മോഡലിൽ ചെയ്യുന്നത്? ഇത് എനിക്കിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു ആരോപണമാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമുക്ക് ഏതൊരു ഡെവലപ്മെന്റ് അപ്പൊ എന്താണ് സ്മാർട്ട് മീറ്ററിനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഡിസ്കോം ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കുക എന്നതിനല്ലേ? അതെങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാണുന്നു എന്നാണ് ഏറ്റവും വലിയ അതിശയം. കാരണം സ്മാർട്ട് മീറ്ററും ഇമ്പോർട്ടന്റ് ആണ്, ഡിസ്കോമിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇതിനെ ഏതൊരു ഡെവലപ്മെന്റ് പ്ലാനിനും തയ്യാറാക്കുന്നതിന് നമുക്ക് ബേസിക് ഡാറ്റ വേണം. അപ്പൊ ആഫ്റ്റർ ഓൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഈസ് എ കോസ്റ്റ്ലി അഫെയർ ആണ് നമ്മൾ ഓർക്കണം. അപ്പൊ ഡാറ്റ എന്നുള്ള ഫൗണ്ടേഷന്റെ മേല് പണിയേണ്ട സ്ട്രക്ചർ ആണ് ശരിക്കും ഈ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഈ ഡാറ്റ നമുക്ക് എവിടെ നിന്ന് കിട്ടും? റിയൽ ടൈം ഡാറ്റ ഇലക്ട്രിസിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആൾക്കാരുടെ കൺസംഷൻ പാറ്റേൺ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഡിസ്കോമിന്റെ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. വേറൊരു കാര്യമുള്ള എന്താണെന്ന് വെച്ചാൽ ഇത് സ്റ്റാറ്റിക് ആയിട്ടല്ല. ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഒരു 2-3 സ്ക്വയർ കിലോമീറ്ററിന്റെ ഇടയിൽ ഒരു ട്രാൻസ്ഫോമർ ഉണ്ടെങ്കിൽ അതിനകത്ത് പുതിയതായിട്ട് എത്ര ആൾക്കാർ വരും, അവരുടെ എല്ലാം നമുക്ക് കൺസംഷൻ നമുക്ക് അറിയേണ്ടതുണ്ട്. അതനുസരിച്ച് വേണം ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരേണ്ടത്. പിന്നെ രണ്ടാമത്തെ ഒരു ഫാക്ടറാണ് ഈ സസ്റ്റൈനബിലിറ്റി ഫാക്ടർ. അതായത് കാലാനുവർത്തിയായി ഇത് നിലനിന്ന് പോകണം. അപ്പൊ അതിനു വേണ്ടി ഉള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടു-വേ കമ്മ്യൂണിക്കേഷൻ. ഈ ടു-വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കൺസ്യൂമർ ഫ്രണ്ട്ലി അപ്രോച്ചിന് വളരെ അത്യാവശ്യമാണ്. അത് AMI സ്മാർട്ട് മീറ്ററിലൂടെ സാധ്യമാകുന്നു എന്നതാണ് നാം കാണേണ്ട വസ്തുത. അപ്പം സ്മാർട്ട് മീറ്ററിന് പ്രാധാന്യം തീർച്ചയായിട്ടും കൊടുക്കേണ്ടതുണ്ട്. ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ അടിസ്ഥാനപരമായിട്ട് പ്രവർത്തിക്കേണ്ടത് സ്മാർട്ട് മീറ്റർ ആണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് ആണ് ഈ കറണ്ട് മോഷണം ഒഴിവാക്കൽ ഡിസ്കോമിന്റെ തലവേദനയല്ലേ? അതിനുവേണ്ടി നമ്മൾ എന്തിനാ സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്നത്? ഉപരിപ്ലവമായ ഒരു കാഴ്ചപ്പാടിന്റെ ഒരു പ്രശ്നമാണ് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ നഷ്ടം ഇവിടെയുള്ള ജനങ്ങളുടെ പോക്കറ്റ് കാലിയാക്കും എന്ന കാര്യം നമ്മൾ പലപ്പോഴും മറന്നുപോകും. അത് കേരളത്തിന്റെ ഒരു ദുരവസ്ഥയായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പം മൂന്നാമത്തതാണ് ഈ മീറ്റർ ആസ്തി കാണിച്ച് AMISPക്ക് ബാങ്ക് വായ്പ തരപ്പെടുത്താനുള്ള കുറുക്കുവഴി ഒരുക്കുകയല്ലേ ടോട്ടക്സ് മോഡൽ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ടോട്ടക്സ് മോഡൽ വളരെ വിശദമായിട്ട് പറഞ്ഞതാണ്. എന്നാലും ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ചോദ്യം ഉന്നയിച്ച അല്ലെങ്കിൽ തൊടുത്തുവിട്ട ഇത്തരം ആൾക്കാർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടോട്ടക്സ് മോഡൽ ഒന്നുകൂടി വാട്ട് ഈസ് ഹാപ്പനിങ്, എന്താണ് ഈ ടോട്ടക്സ് മോഡൽ സംഭവിക്കുന്നതെന്ന് ചുരുക്കി പറയാം. എല്ലാ ഉപഭോക്താക്കൾക്കും സമയബന്ധിതമായി സ്മാർട്ട് മീറ്ററുകൾ AMI സർവീസ് പ്രൊവൈഡർ സ്ഥാപിക്കുന്നു. അതാണ് AMI സർവീസ് പ്രൊവൈഡർ, AMI പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനം. അവയിൽ നിന്ന് ലഭിക്കുന്ന റിയൽ ടൈം ഡാറ്റ കേന്ദ്രീകൃതമായി അനലൈസ് ചെയ്യും. അതാണ് ഡാറ്റ അനാലിസിസ്. അതനുസരിച്ച് ഗ്രിഡിന്റെ പ്രവർത്തനം ക്രമീകരിക്കും. എത്ര വൈദ്യുതി ഇങ്ങോട്ട് വരണം എന്നുള്ള സംഗതി തീരുമാനിക്കും. ഒരു നിശ്ചിത കാലം സിസ്റ്റം മാനേജ് ചെയ്തിട്ട് പിന്നീട് അതാത് സംസ്ഥാനങ്ങളിൽ ഡിസ്കോമിന് തന്നെ കൈമാറും. അതാണ് ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന സിസ്റ്റം. പിന്നെയാണ് ഈ മീറ്റർ അല്ലെങ്കിൽ AMISPയും ബാങ്ക് വായ്പയും തമ്മിൽ ഈ കൂട്ടിക്കുഴയ്ക്കുന്നത്. അപ്പോ അത് ഈ പബ്ലിക് പ്രൈവറ്റ് മോഡൽ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടുള്ളൊരു പ്രശ്നം.
ഈ പബ്ലിക് പ്രൈവറ്റ് മോഡലില് മൂലധനം കണ്ടെത്തേണ്ട ചുമതല സർക്കാരിനോ ഡിസ്കോമിനോ ഉപഭോക്താവിനോ അല്ല. അത് സർവീസ് പ്രൊവൈഡറിന്റെ ഉത്തരവാദിത്വമാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു സർവീസ് പ്രൊവൈഡർക്ക് ബാങ്ക് ലോൺ കൊടുക്കണമെങ്കിൽ ആ സ്ഥാപനത്തിന്റെ ബിസിനസ് ട്രാക്ക് റെക്കോർഡ് എങ്ങനെയുള്ളതായിരിക്കണം എന്ന് നമുക്കൊരു ബോധ്യം വേണം. അപ്പോൾ ഇത് KCBL ഇങ്ങനെ ഒരു ലോൺ തരപ്പെടുത്താൻ ഇന്നത്തെ അവസ്ഥയിൽ സാധിക്കുന്നു. ഇപ്പൊ ഞാൻ പറയുന്നത്, നമ്മുടെ AMISP എന്ന് പറയുന്ന ഈ വൈദ്യുത മേഖലയിലെ നമ്പർ 1 കമ്പനീസ് ആണ്. അവര് വിചാരിച്ചു കഴിഞ്ഞാൽ അവരുടെ ട്രാക്ക് റെക്കോർഡ് കൊണ്ടാണ് അവർ ബാങ്ക് വായ്പ എടുക്കുന്നത്. അതിനെപ്പറ്റി നമ്മൾ ഒരു ഉപഭോക്താവ് എന്നുള്ള രീതിയിലോ ഒരു ഡിസ്കോം എന്നുള്ള രീതിയിലോ നമ്മൾ ബോധർ ചെയ്യേണ്ട ഒരു വിഷയമേ അല്ല എന്നാണ് ഈ ബാങ്ക് വായ്പയും AMISPയും തമ്മിലുള്ള കാര്യത്തെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി എന്താണ് കാപെക്സ് മോഡൽ? ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാം. ഈ കഴിഞ്ഞ നവംബർ 14-ാം തീയതി ഞാൻ ജനശതാബ്ദി കയറി എറണാകുളം സൗത്തിൽ ഇറങ്ങി. അപ്പൊ അവിടെ ഇപ്പോ ഈ റോഡ് കഫേ, ഞാനത് ഇതിന് മുന്നേ അത് ശ്രദ്ധിച്ചിട്ടില്ല. ഈ റോഡ് കഫേ എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉണ്ട്. അപ്പൊ അവിടുത്തെ രീതി എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ എന്താണോ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് പറഞ്ഞ് നമ്മൾ ബില്ലെടുക്കണം. അങ്ങനെ ഞാൻ ഒരു പൂരിയും ചായക്കും വേണ്ടി ഓർഡർ കൊടുത്തു. അപ്പൊ 95 രൂപ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അത് കൊടുത്തു. എന്നിട്ട് ഞാൻ ടേബിളിൽ ചെന്നിരുന്നപ്പോൾ എനിക്ക് ഒരു സർവീസ് ബോയ് വന്നു. അയാൾ ഈ പറഞ്ഞ എന്റെ കയ്യിൽ നിന്ന് ബില്ല് വാങ്ങിക്കൊണ്ട് പോയിട്ട് എനിക്ക് പൂരിയും ചായയും തന്നു. അപ്പൊ വളരെ നല്ല പൂരിയായിരുന്നു, ചായക്ക് കടുപ്പമുണ്ടായിരുന്നു, ഹോട്ടലിന് വൃത്തിയുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, 95 രൂപ മുടക്കാൻ എനിക്ക് സാധിക്കുമെങ്കിൽ മാത്രമേ മറ്റു കാര്യങ്ങൾക്ക് പ്രസക്തിയുള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കും. അതായത് ആദ്യം ഞാൻ 95 രൂപ എന്റെ കയ്യിൽ മുടക്കാനുണ്ട് എന്ന് ഉറപ്പാക്കണം. എന്നിട്ട് ഞാനതെടുത്ത് കൊടുക്കണം. അതിനുശേഷം മാത്രമേ എനിക്ക് പൂരിയെ പറ്റിയിട്ടും ചായയെ പറ്റിയിട്ടും അവിടുത്തെ വൃത്തിയെ പറ്റിയിട്ടും ഒക്കെ പറയാനുള്ള സാധ്യത ഉള്ളൂ. അപ്പൊ ഇതാണ് ഈ കാപെക്സ് മോഡൽ എന്നുള്ളതിന്റെ ഏറ്റവും ലഘുവായ ഒരു വിവരണം. ഇനി നമ്മളൊരു ഏത് മോഡലാണെങ്കിലും നമ്മളൊരു മോഡലിനെ പറ്റി പറയുമ്പോൾ അതിന്റെ പ്രോസും കോൺസും നമ്മൾ തിരിച്ചു പറയേണ്ടതുണ്ട്. സത്യസന്ധമായി പറഞ്ഞാൽ എന്റെ സുഹൃത്തുക്കളെ, ഞാൻ കുത്തിയിരുന്ന് തപ്പി നോക്കിയിട്ട് എന്തെങ്കിലും ഒരു അനുകൂല ഘടകം പേരിന് വേണ്ടിയിട്ടെങ്കിലും പറയാൻ പറ്റും എന്ന് ഞാൻ വിചാരിച്ചു. എന്റെ അറിവിൽ എനിക്ക് ഒരൊറ്റ പ്രോസ് പോലും എനിക്ക് ഈ കാപെക്സ് മോഡലിൽ കാണാൻ കഴിഞ്ഞില്ല എന്നത് ഞാൻ എന്റെ ഒരു പരാജയമായിട്ട് തന്നെ നിങ്ങളോട് അവതരിപ്പിക്കുകയാണ്. എന്നാൽ എങ്ങോട്ട് തിരിച്ചു നോക്കിയാലും കാപെക്സിന്റെ പ്രതികൂല വാർത്തകൾക്ക് ഒരു പഞ്ഞവുമില്ല. ഇതാ നോക്കും, ഇതില് എന്താണ് കാപെക്സ് എന്ന് വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമാക്കുന്നുണ്ട്. എന്താണ്? ആദ്യമേ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. അതാണ് കാപെക്സ് മോഡൽ. എനിക്ക് പൂരി കിട്ടണമെങ്കിൽ ഞാൻ ആദ്യമേ എന്റെ കയ്യിൽ 95 രൂപ കൊടുക്കണം. രണ്ടാമത്തത്, ഫ്യൂസായി 500 കോടി. അതായത് ഇതിന്റെ ഔട്ട്കം എന്തായിരിക്കും എന്ന് നമുക്ക് ഒരു ധാരണയുമില്ല. എന്റെ കയ്യിൽ നിന്ന് പൈസ എന്തായാലും ഞാൻ കൊടുത്തു 95 രൂപ. പൂരിയുടെ ക്വാളിറ്റിയോ ചായ എങ്ങനെയായിരിക്കുമെന്നോ എനിക്കൊരു ധാരണയുമില്ല. പിന്നെയോ വൻ നഷ്ടം എന്നുള്ളത് ഇതിന്റെ ഒരു ബാക്കിപത്രമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് വരുത്തി നമുക്കറിയാം ഈ മോഡലിന്റെ എന്താണ് ഇതിന്റെ പ്രശ്നമെന്ന് നമുക്ക് നല്ലവണ്ണം അറിയാം. എന്നിട്ടും നമ്മൾ ഇത് KCBL മാത്രം ഉദ്ദേശിച്ച് പറയുന്നതല്ല. നമ്മുടെ കേരളത്തില് ഈ കാപെക്സ് മോഡൽ, കേരളത്തിലല്ല ലോകത്ത് എവിടെയാണെങ്കിലും കാപെക്സ് മോഡലിന്റെ പരാജയം എന്ന് പറയുന്നത് അത് വരുത്തി വെക്കുന്നതാണ്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. ഇനി കാപെക്സ് മോഡലിന്റെ പരിമിതിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആവശ്യമായ ഫണ്ട് അത് ആവശ്യമായ സമയത്ത് ലഭ്യമാക്കാൻ സർക്കാരിന് പലപ്പോഴും സാധിക്കാറില്ല. റിസോഴ്സ് ക്രഞ്ച് തീർച്ചയായിട്ടും സർക്കാരുകൾക്കെല്ലാം ഉണ്ട്. അത് ഒരു സർക്കാരിന്റെ മാത്രം പ്രത്യേകതയല്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന സർക്കാരിന് വേണ്ടിയിട്ടുള്ളതല്ല. എപ്പോഴും സർക്കാരിന് ഈ റിസോഴ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും കൂടി മിച്ചം വെക്കുമ്പോഴേക്കും, പ്രത്യേകിച്ചും ഒരു സോഷ്യൽ സെക്യൂരിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്ന, സാമൂഹിക സുരക്ഷിതത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ചില റിസോഴ്സ് ക്രഞ്ച് എപ്പോഴും ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. പല പ്രോജക്റ്റുകളും ഏതെങ്കിലും കാലത്ത് പൂർത്തിയാകുമ്പോൾ ചിലവ് ഇനിഷ്യൽ ബഡ്ജറ്റ് കോസ്റ്റിന്റെ 10 മടങ്ങായിട്ട് വർദ്ധിക്കുന്നു എന്നാണ് നമ്മൾ കാണേണ്ട കാഴ്ച. ഞാൻ നെടുമങ്ങാടുകാരനാണ്. ഈ നെടുമങ്ങാട് ഒരു വാമനാപുരം ഇറിഗേഷൻ പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഈ ഇറിഗേഷന് വേണ്ടിയിട്ട്. അപ്പൊ അവരാദ്യം ചെയ്തത് ഈ പത്താങ്കൽ എന്ന് നെടുമങ്ങാടിൽ നിന്ന് ഒരു 2-3 കിലോമീറ്റർ അപ്പുറത്തോട്ട് പോകുമ്പോൾ, പേരക്കുള്ള സൈഡിലോട്ട് പോകുമ്പോൾ കുറെ സ്ഥലമൊക്കെ ഏറ്റെടുത്ത് അവിടെ നിർമ്മിച്ച കെട്ടിടങ്ങളൊക്കെ കെട്ടി. ആദ്യം ക്വാർട്ടേഴ്സൊക്കെ കെട്ടി. ചുരുക്കി പറഞ്ഞാൽ ഏകദേശം എത്രയോ വർഷം അത് കിടന്ന് അവസാനം അതിപ്പോ എല്ലാം പൊടിച്ചു കളഞ്ഞിട്ട് ഇപ്പൊ അവിടെ വേറെ ഓഫീസുകൾ വരും.
ഡാമിന് ഇറിഗേഷൻ പ്രോജക്റ്റേ മതിയാക്കി. ഇനി പദ്ധതി ഓപ്പറേഷനിലാകുമ്പോൾ അവ ഇക്കണോമിക്കലി വയബിൾ അല്ലാതായിട്ട് പലപ്പോഴും ഈ കാപ്പക്സ് മോഡലിൽ മാറാം. ഒരു പക്ഷേ ആ ടെക്നോളജി തന്നെ അത് ഔട്ട്ഡേറ്റഡ് ആയി കഴിഞ്ഞിരിക്കും. പദ്ധതി നിർവഹണത്തിന്റെ പ്രധാന ഘടകമായ ഫിക്സിംഗ് അപ്പ് ഓഫ് റെസ്പോൺസിബിലിറ്റി എന്നത് പലപ്പോഴും ഈ കാപ്പക്സ് മോഡൽ സാധിക്കാറില്ല. ഇത് KFCWL മാത്രം പ്രശ്നമല്ല. 3 വർഷം കൂടുന്തോറും നമ്മുടെ അവിടെ വരുന്ന ട്രാൻസ്ഫർ എന്നുള്ള ആ ഇടപാട് കാരണം ആൾക്കാർ മാറി മാറി വരും. അതുകൊണ്ട് തന്നെ ഈ ടൈം ലൈൻ കീപ്പപ്പ് ചെയ്യുക എന്നുള്ളത് പലപ്പോഴും ബുദ്ധിമുട്ടാണ്. അത് അങ്ങനെ ഒരു സംഗതി ഇല്ലല്ലോ. ഈ ആൾക്കാർ മാറി മാറി വരുമ്പോൾ അവർക്ക് അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവുന്നത് പോലും എന്താണ് പ്രോജക്റ്റ് എന്നുള്ളതിനെ പറ്റിയിട്ട്, അവരുടെ കോമ്പിറ്റൻസിയെ പറ്റിയിട്ട് ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രോജക്റ്റിൽ നിന്നും ഔട്ട്കം ഉദ്ദേശിച്ച രീതിയിൽ ഉണ്ടാകുന്നുണ്ടോ എന്നതിൽ ആർക്കും ഉത്തരവാദിത്വം കാണില്ല. ഒരു കാര്യം പക്ഷെ വളരെ ക്ലിയർ ആണ്, ഇതിന്റെ കഷ്ടനഷ്ടങ്ങൾ മുഴുവൻ ജനങ്ങളുടെ ചുമലിൽ വരും. അത് ഉറപ്പായ കാര്യമാണ്. ഇത് ഒരു ടോട്ടക്സും കാപ്പക്സും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസങ്ങളാണ്. ഇപ്പൊ ഒന്ന്, ടോട്ടക്സിൽ ഞാൻ നേരത്തെ പറഞ്ഞു മുതൽ മുടക്ക് AMI സർവീസ് പ്രൊവൈഡർ കണ്ടെത്തിക്കോളും. കാപ്പക്സിലാണെങ്കിൽ മുതൽ മുടക്ക് ഡിസ്കോമും സർക്കാരോ അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടെത്തണം. ദീർഘകാല കരാറാണ് ടോട്ടക്സ് എന്ന് പറയുന്നത്. ഹ്രസ്വകാല കരാറാണ് കാപ്പക്സ്. ദീർഘകാല കരാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എപ്പോഴും അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ലോവർ ആയിരിക്കും. ഇപ്പൊ ഒരു ഉദാഹരണം പറയും, നമ്മുടെ ഹൗസ് ലോൺ എന്ന് പറയുന്നത് ദീർഘകാല ഒരു ലോൺ ആയത് കാരണം അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും വാഹനങ്ങൾ, അത് ഹ്രസ്വകാല കരാറാണ്, അതിനേക്കാൾ എപ്പോഴും കുറവായിരിക്കും. അതൊക്കെ നമുക്ക് വ്യക്തമായിട്ടുള്ള ബേസിക് കാര്യങ്ങളാണ്. AMISP ടോട്ടക്സിൽ പദ്ധതി നടപ്പിലാക്കി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മുടക്കുമുതൽ തിരികെ പിടിക്കും. പദ്ധതി പ്രവർത്തനക്ഷമമാകുന്നതിന് മുൻപ് കരാറുകാർക്ക് പണം നൽകേണ്ടി വരും. ബാങ്ക് ഗ്യാരണ്ടി എന്നൊക്കെ പറയുന്നത് വെറും ചടങ്ങ് മാത്രമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഔട്ട്കം ബേസ്ഡ് സെറ്റിൽമെന്റ്. അതായത് AMISP ഈ പദ്ധതി റൺ ചെയ്ത് അതിനെ സിസ്റ്റം എടുത്ത് നമുക്ക് കയ്യിൽ തന്നാൽ മാത്രമേ അവർക്ക് കാശ് കിട്ടുകയുള്ളൂ. പക്ഷെ ഈ ഫൈനൽ ഔട്ട്കവുമായിട്ട് കാപ്പക്സിന് ഒരു ബന്ധമില്ല. പിന്നെ ഡിസ്കോമിന് RDSS പദ്ധതി വഴി സാമ്പത്തിക സഹായം ലഭിക്കുന്നു. അത് ഞാൻ അവിടുത്തെ സ്ലൈഡിൽ ഞാൻ കാണിക്കാം, എത്രയാണെന്ന് വ്യക്തമായിട്ട് കണക്കുകളിലൂടെ തന്നെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. കാപ്പക്സ് മോഡൽ ആണെങ്കിൽ തീർച്ചയായിട്ടും സംസ്ഥാന ബജറ്റിനെ ബാധിക്കാം, അല്ലെങ്കിൽ പല ഡിസ്കോമിനും ഫണ്ട് റേസ് ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട്. പിന്നെ സമയബന്ധിതമായി ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയിലുള്ളവരെ മുഴുവൻ AMIയുടെ കീഴിൽ കൊണ്ടുവന്നാൽ മാത്രമേ, അതാണ് ആ കാര്യം സാധിക്കുന്നതാണ് ടോട്ടക്സ് മോഡലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ, ടെക്നോളജി ട്രാൻസ്ഫോർമേഷനും അതിനുള്ള ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും അതനുസരിച്ച് നമുക്ക് മെച്ചപ്പെട്ട ക്വാളിറ്റിയുള്ള സർവീസ് ലഭിക്കുക. പക്ഷെ ഈ കാപ്പക്സിൽ നമുക്ക് ഒരു ടൈം ലൈനും ഇല്ല. അതാണ് ഏറ്റവും പരിതാപകരമായ അവസ്ഥ. പിന്നെ ഇതിനകത്ത് ടോട്ടക്സിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും AMISPക്കാണ്. ഈ കാപ്പക്സ് മോഡലിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ധാരണയുണ്ട് അതിന്റെ തിക്താനുഭവം പേരേണ്ടത് സർക്കാരാണെന്നോ അല്ലെങ്കിൽ ആ സ്ഥാപനമാണെന്നോ. ഇതൊക്കെ നമ്മുടെ വെറും തോന്നലുകൾ മാത്രമാണ്. ഇത് കൺസ്യൂമറിന്റെ മുകളിൽ തന്നെ ഇത് വരും. അപ്പം ഈ ടോട്ടക്സ് കാപ്പക്സ് കമ്പാരിസണില് ഒരു കാര്യം ഞാൻ ഒരു വസ്തുത അസന്നിഗ്ധമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് ടോട്ടക്സ് മോഡലിൽ കൺസ്യൂമറിന് മേൽ കൂടുതൽ ബാധ്യത വരും എന്നാണ് KSEBLും KSERCയും സർക്കാരും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അത് പരിപൂർണമായും തെറ്റാണ്. കാരണം നമ്മുടെയൊക്കെ ശക്തമായ ഇടപെടലിന്റെ പേരിൽ ഇന്നലെ ഒരു ഹിയറിംഗ് വെച്ചതിന്റെ തൊട്ട് മുന്നേ, അതിന് തൊട്ട് തലേ ദിവസം KCBLന് കഴിഞ്ഞ ദിവസം കാപ്പക്സ് മോഡലിന്റെ DPR പുറത്തുവിടേണ്ടി വന്നു. അത് പ്രകാരം വലിയൊരു ബാധ്യത ഉപഭോക്താവിന്റെ മേൽ ഉറപ്പായും വരുമെന്ന്, അതായത് ഈ കാപ്പക്സ് മോഡലിൽ ഈ ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന പുറത്തുവിട്ടിരിക്കുന്ന DPR പ്രകാരം നമ്മൾ സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെന്റേഷന് പോയി കഴിഞ്ഞാൽ അത് പ്രകാരം വലിയൊരു ബാധ്യത ഉപഭോക്താവിന്റെ മേൽ ഉറപ്പായും വരുമെന്ന് സബ്ജക്ട് എക്സ്പേർട്ട് ഒന്നടങ്കം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദമാക്കുന്നു. അപ്പം ഈ DPRനെ സംബന്ധിച്ച് വിശദമായ ഒരു അടുത്ത നമ്മുടെ ജനകീയ സഭ എന്ന് പറഞ്ഞ് 24-ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ തൽക്കാലം ആ ഓരോ കൺസ്യൂമറിന് ഇതിനകത്ത് വരുന്ന ബാധ്യത എന്താണ് ഇത് രണ്ടിലും, അല്ലെങ്കിൽ നമുക്കത് കമ്പയർ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണോ ഈ DPRൽ പറഞ്ഞിരിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഡീപ്പായിട്ട് നമുക്ക് അടുത്ത ഒരു ജനകീയ സഭയിൽ ചർച്ച ചെയ്യാവുന്നതാണ്. ഇനി കേരളത്തിലെ AMI പദ്ധതിയുടെ ഒരു ചരിത്രം.
ആദ്യമായിട്ട് KCBL AMI പ്രോജക്ട് പ്രപ്പോസൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കൊടുത്തത് ടോട്ടക്സ് മോഡലിലാണ്. അത് ഡോക്ടർ B അശോക് IAS ചെയർമാൻ ആയിരിക്കെ കൊടുത്തിട്ടുള്ള ഒരു പ്രപ്പോസലാണ്. മിനിസ്ട്രി ഓഫ് പവർ ആയിക്കോട്ടെ, അത് 15/3/2022 നമ്മുടെ ടോട്ടക്സ് മാതൃകയിൽ കൊടുത്ത DPR സാങ്ഷൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതുപ്രകാരം KCBL അന്ന് 1,32,00,000 പരം മീറ്ററുകൾ സാങ്ഷൻ ചെയ്തു. ഈ തൊട്ട താഴെ TCED എന്ന് കാണിക്കുന്ന തൃശ്ശൂർ കോർപ്പറേഷന് 40,000-ഓളം പിന്നെ മീറ്റർ അവാർഡ് ചെയ്തതാണ്. പക്ഷെ അത് അടുത്ത കാലത്ത് KCRC അങ്ങനെ ടോട്ടക്സ് മോഡലിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല, അത് കാപെക്സ് മോഡലിൽ മാറ്റി റിപ്പോർട്ട് റീസബ്മിറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതൊരു ഗതികേടാണെന്ന് നോക്കിക്കോളേ. ഇതാണ് ഇതിന്റെ ഒരുപാട് ഈ ഡാറ്റാസൊന്നും നിങ്ങൾ നോക്കണ്ട, ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം അണ്ടർലൈൻ ചെയ്ത് പറയാം. കേരളത്തിലെ AMI പദ്ധതി അത് ഈ DPR നിന്ന് തന്നെ എനിക്ക് കിട്ടിയതാണ്. ടോട്ടക്സ് മോഡൽ അത് അന്ന് സബ്മിറ്റ് ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് ഉണ്ടാകാമായിരുന്ന നേട്ടത്തിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഒന്ന്, സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെന്റേഷന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 1,226 കോടി രൂപ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഗ്രാന്റ് ലഭിച്ചേനെ. അതും ഡിസംബർ 2023 മുന്നേ നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്തിരുന്നുവെങ്കിൽ ഒരു സ്മാർട്ട് മീറ്ററിന് 450 രൂപ വെച്ച് സബ്സിഡി ലഭിച്ചേനെ. പിന്നെ ഈ ലോസ് റിഡക്ഷൻ വർക്കിന് വേണ്ടിയിട്ട് മറ്റൊരു 1,341 കോടി രൂപ നമുക്ക് ലഭിച്ചേനെ. എന്തിനാണ് KCBL ഈ ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കാനായിട്ട് ഈ AT&C ലോസ് ഒരു തത്വദൃശ്യമില്ലാതെ കള്ളക്കണക്ക് എഴുതി വിടുന്നത്? അതിനേക്കാളും ഈ പൈസയൊക്കെ വാങ്ങിയിട്ട് അവർക്ക് സുന്ദരമായിട്ട് ലോസ് റിഡക്ഷൻ മെക്കാനിസംസ് ഓർഗനൈസ് ചെയ്യാമായി. ചുരുക്കി പറഞ്ഞാൽ 2,606 കോടി രൂപ ഗ്രാന്റ് കിട്ടാനുള്ള ആ ഒരു സാധ്യത നമ്മൾ ഇല്ലാതാക്കി കളഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതൊക്കെയാണെങ്കിലും ഇതെല്ലാം ഈ 2,606 കോടി രൂപ നഷ്ടപ്പെടുത്തി KCBL ഡിസൈഡഡ് ടു ഗോ ആസ് പെർ കാപെക്സ് മോഡൽ എന്ന് പറഞ്ഞ് ഞാൻ ഇന്നത്തെ പ്രസന്റേഷൻ വളരെ ചെറിയ പ്രസന്റേഷനാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ഭാഗം ഞാനൊന്ന് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഒന്ന്, കാപെക്സ് മോഡലിന്റെ പരിമിതികളെ പറ്റി ഞാൻ പറഞ്ഞു. കാപെക്സ് മോഡൽ അല്ല ടോട്ടക്സ് മോഡലാണ് നമുക്ക് വേണ്ടതെന്ന് ഉള്ള രീതിയിൽ നമ്മുടെ KCBL ആദ്യം പ്രപ്പോസൽ കൊടുത്തിരുന്നു. പക്ഷെ ആ പ്രപ്പോസല് നമ്മൾ മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ നമുക്ക് കിട്ടുമായിരുന്ന നേട്ടത്തെ പറ്റി ഞാൻ പറഞ്ഞു. പക്ഷെ KCBL കാപെക്സ് മോഡലിൽ പോകാനായിട്ട് ഒരു സുപ്രഭാതത്തിൽ തീരുമാനമെടുക്കുകയായിരുന്നു. അപ്പൊ ഇത് എന്തുകൊണ്ട് ഈ കാപെക്സ് മോഡലിലോട്ട് നമ്മൾ പോയി, ഇതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് വ്യക്തമാകാനായിട്ട് ഒരുപാട് പിന്നെയും താമസിച്ചു. അപ്പൊ ഈ കഴിഞ്ഞ ഒക്ടോബർ 15 തുടങ്ങിയ നിയമസഭാ സമ്മേളനത്തിൽ KDSPCയുടെ തന്നെ പലരും ആവശ്യപ്പെട്ട ചോദ്യത്തിന് മറുപടിയായിട്ട് നിയമസഭയിൽ ലഭിച്ച ഉത്തരമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ടോട്ടക്സ് അടിസ്ഥാനത്തിൽ സ്മാർട്ട് മീറ്റർ നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിക്കെതിരെ വലിയ തോതിൽ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. ഇതാണ് കിട്ടിയ മറുപടി. അപ്പം ഈ വലിയ തോതിൽ പ്രതിഷേധം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ അതാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അതെന്താണ് ഈ വലിയ തോതിൽ പ്രതിഷേധം? സിൽവർ ലൈനെതിരെ വന്ന പ്രതിഷേധം വലിയ തോതിലുള്ള പ്രതിഷേധമാണ്. അപ്പൊ ആ തരത്തിലൊരു പ്രതിഷേധം ഇവിടെ വന്നുവോ? അപ്പൊ നമ്മുടെ കോർ കമ്മിറ്റി മെമ്പറായ മുഹമ്മദ് ഇബ്രാഹിം സാറ് മെനക്കെട്ട് ഒരു RTI നമ്മുടെ വിദ്യുച്ഛക്തി വകുപ്പിന് കൊടുത്തു. അപ്പൊ അതില് വലിയ തോതിൽ പ്രതിഷേധത്തിന് അവർ എക്സ്പാൻഡ് ചെയ്ത് തന്നു. ഉപഭോക്താക്കളുടെയോ അവരുടെ കൂട്ടായ്മകളുടെയോ ഭാഗത്തു നിന്നും പ്രതിഷേധം അറിയിച്ചുകൊണ്ടുള്ള നിവേദനങ്ങളോ പരാതികൾ ഇവയൊന്നും ഊർജ വകുപ്പിൽ ലഭിച്ചിട്ടില്ല എന്നാണ്. അപ്പൊ ജനങ്ങളുടെ പ്രതിഷേധം എന്നുള്ള ഒരു വ്യാജേന നമ്മുടെ നിയമസഭയിൽ പറഞ്ഞ ഒരു കാര്യം അതല്ല എന്ന് നമ്മുടെ മുഹമ്മദ് ഇബ്രാഹിം സാറ് പറഞ്ഞപ്പോൾ വിചാരിച്ചപ്പോൾ നമുക്ക് വ്യക്തമായി. പിന്നെ എന്താണ് ഈ പ്രതിഷേധം? അത് നമ്മൾ നെറ്റിത്തപ്പുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ്. KSEB ട്രേഡ് യൂണിയൻസ് ത്രെട്ടൻസ് ഇൻഡെഫിനിറ്റ് സ്ട്രൈക്ക് അഗെയിൻസ്റ്റ് സ്മാർട്ട് മീറ്റർ പ്രോജക്ട് ഇൻ ട്രിവാൻഡ്രം. അപ്പൊ അതിനകത്ത് CITU ഉണ്ട്, AITUC ഉണ്ട്, INTUC-കാരുണ്ട്. ഇവരെല്ലാവരും ടോട്ടക്സ് മോഡലിനെതിരായിട്ട് സമരത്തിലാണ് എന്ന് 10 ജൂൺ 2023 ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ വാർത്ത വന്നു. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മൾ ഈ ഒക്ടോബർ 15 നിയമസഭ തുടങ്ങുമ്പോൾ നമ്മുടെ പ്രതിപക്ഷം സാധാരണഗതിയിൽ ഒരു ഭരണപക്ഷത്തിന് ഒരു ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ഉപയോഗിക്കുന്നത് പ്രതിപക്ഷത്തിനെയാണ്. പ്രതിപക്ഷത്തിന് കൊടുത്തപ്പോൾ നമ്മുടെ KDSPCയുടെ അംഗങ്ങൾ പോയപ്പോൾ പ്രതിപക്ഷ നേതാവിൽ നിന്ന് അത്ര അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമല്ല ലഭിച്ചതെന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ടും
ആ ചോദ്യങ്ങൾ ആ നിയമസഭാ സാമാജികരോട് ഉന്നയിച്ചു. ഒന്നുകിൽ അവർ അലക്ഷ്യമായിട്ട് ചെയ്തതാകാം, അല്ലെങ്കിൽ ഇത് നാടിന് ആവശ്യമുണ്ട് എന്ന് അവർ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നതിന്റെ പേരിൽ ചെയ്തതാകാം. ഏതായാലും ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഇവിടെ നടന്നിട്ടുണ്ട്. എന്തുകൊണ്ട് കാപെക്സ് മോഡൽ എന്നുള്ള ഈ പ്രധാന കാരണം വലിയ പ്രതിഷേധം എന്നുള്ളത് KCBയുടെ യൂണിയന്റെ പ്രതിഷേധം എന്നുള്ള അവസ്ഥയിലോട്ട് വന്ന് നിൽപ്പുണ്ട്. ഇനി എന്തുകൊണ്ട് രണ്ടാമത്തെ കാരണമായിട്ട് പറഞ്ഞത് ടോട്ടക്സ് ടെൻഡർ പ്രകാരം ഏറ്റവും കുറഞ്ഞ ബിഡ് പ്രോബിൾ എമൗണ്ട് ഓഫ് കോൺട്രാക്ട്, അതായത് കാര്യമില്ല, എക്സ്പെക്ടഡ് ബഡ്ജറ്റ് ഉണ്ടല്ലോ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ആന്റിസിപ്പേറ്റഡ് എക്സ്പെൻഡിച്ചർ അതിനേക്കാളും 44.8% മുകളിലായിരുന്നു. ഇതൊരു ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. ഇതിന്റെ കാര്യകാരണ സഹിതം നമ്മൾ അടുത്ത DPRന്റെ ഡിസ്കഷനിൽ വരുമ്പോൾ നമ്മുടെ സബ്ജക്ട് എക്സ്പേർട്സ് തന്നെ വിവരിക്കും. ഇത് പക്ഷെ ആ കാരണം പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ കാരണമായിട്ട് പറഞ്ഞതുകൊണ്ട് ഞാനത് ഇവിടെ എടുത്ത് കാണിച്ചു എന്നുള്ളത് ഇത്രയേ ഉള്ളൂ. ഇനി കേരളത്തിലെ AMI പദ്ധതി നിലവിലെ സ്ഥിതി എന്ത്? കാപെക്സ് മോഡലിൽ തന്നെ ആദ്യഘട്ടത്തിൽ 3 ലക്ഷം സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കാനുള്ള നടപടികളുമായി KSEB മുന്നോട്ട് പോകുന്നു. ഇന്നലെ 19/11/2024 KSEBയിൽ ഇത് സംബന്ധിച്ച DPR പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് അസന്നിഗ്ധമായിട്ട് ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാകുന്ന ഒരു ഇക്വേഷനാണ് കാപെക്സ് മോഡൽ. നമ്മൾ ഏത് പ്രോജക്റ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിലും നമ്മൾ ക്യാപിറ്റൽ റേസ് ചെയ്യാനുള്ള നമുക്ക് കപ്പാസിറ്റി വേണം. അത് മാത്രം പോരാ, അതിന്റെ ടൈംലി എക്സിക്യൂഷനും വേണം. ഇത് രണ്ടും നമ്മുടെ കേരളത്തിൽ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മളിവിടെ ഉന്നയിക്കേണ്ട ചോദ്യം. സ്മാർട്ട് മീറ്റർ മോഡലിന് എന്തുകൊണ്ട് ഉപഭോക്താക്കൾ ഭയക്കണം? ഇത്രേ ഉള്ളൂ. മറ്റൊരു പുതത്താൻ കെട്ടുകൂടി നമ്മുടെ ചുമലിൽ വരുമോ? അടുത്ത ഒരു പിക്ചർ, ഒരു വിവാദം ഉണ്ടാക്കുന്ന പിക്ചറാണ്. പക്ഷെ ഞാൻ ഈ പിക്ചർ ഇവിടെ കാണിച്ചിരിക്കുന്നത് KSEBLനെ ഉദ്ദേശിച്ച് മാത്രമല്ല. KSEBLന് അറിയാം അതിന്റെ പരിമിതി എന്താണെന്ന്, ഈ പ്രശ്നം എന്താണെന്ന് നോക്കാം. ഞാൻ അത് ആക്ഷേപിക്കാനൊന്നും ഞാൻ ഒട്ടും മുതിരുന്നില്ല. അത് ഒരു സിസ്റ്റമാണ്, ആ സിസ്റ്റത്തിൽ പെട്ടുപോയതിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പക്ഷെ ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ ഇത്തരം വാർത്തകൾ നിരന്തരം കണ്ടിട്ട് നമുക്ക് കേരള ജനതയ്ക്ക് ഒരു പാസീവ് മെന്റാലിറ്റിയോടുകൂടി തുടരുവാൻ സാധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം ന്യൂസുകൾ കണ്ടിട്ട് കാപെക്സ് മോഡലിൽ തന്നെ AMI സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെന്റ് ചെയ്താൽ മതി എന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വൈദ്യുതി പ്രശ്നം നിങ്ങളുടെ സർക്കാരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള കക്ഷികളോ ആരെങ്കിലും പരിഹരിച്ചു തരും എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ, നിങ്ങളോട് ഇത് മാത്രമേ പറയാനുള്ളൂ: ക്യൂബൻ ജനതയെ പോലെ നിങ്ങളും ഇരുട്ടിൽ തപ്പാൻ തയ്യാറായിട്ടിരിക്കേണ്ടി വരും. അപ്പൊ ഈ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ പലപ്പോഴും മുതലക്കണ്ണീരൊക്കെ ഈ പൊഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും. അപ്പം എല്ലാവരും പറയുന്നുണ്ട് ഈ കാപെക്സ് മോഡൽ അല്ലാതെ ടോട്ടക്സ് മോഡൽ ചെയ്തു കഴിഞ്ഞാൽ ഇത് സാധാരണക്കാരെ ബാധിക്കും. ഒരിക്കലും അത് ശരിയല്ല. ഒരു കാര്യം തിരിച്ചറിഞ്ഞോളൂ: നിങ്ങൾ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടി സ്വയം ഇറങ്ങി പുറപ്പെട്ടില്ല എങ്കിൽ ഒരു കാര്യം വളരെ ക്ലിയർ ആണ്, ഇവിടുത്തെ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന എല്ലാവർക്കും അത് അവർ ഓഫ് ഗ്രിഡ് മെത്തേഡിലേക്ക് മാറാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതേസമയം വൈദ്യുതിക്ക് വേണ്ടി കനത്ത വില നൽകേണ്ടി വരുന്നത് ഇവിടുത്തെ സാധാരണക്കാർ ആയിരിക്കുമെന്ന് അസന്നിഗ്ധമായിട്ട് ഞാൻ പറയുകയാണ്. നമുക്ക് ഇതിനപ്പുറം ഇതിനെ പറ്റിയിട്ട് വേറൊന്നും പറയാനില്ല. അപ്പൊ നമ്മൾ പലപ്പോഴും പരാതി പറയാറുണ്ട്, നമ്മൾ ഈ സോളാർ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൺസ്യൂമർ ഫോറത്തിലുള്ളവരൊക്കെ പറയുന്ന കാര്യങ്ങൾക്ക് പത്രങ്ങളൊന്നും വേണ്ട രീതിയിലുള്ള ശ്രദ്ധ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ പ്രാധാന്യം കൊടുക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊരു മലയാളത്തിലെ ലീഡിംഗ് പത്രത്തിൽ വന്ന ഫ്രണ്ട് പേജ് ന്യൂസാണ്. ഇത് കണ്ടിട്ടും നിങ്ങൾക്ക് വീണ്ടും ഇത് മറ്റാരുടെ ഒരു പ്രശ്നമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ അത് ക്യൂബൻ ജനതയെ പോലെ തന്നെ നിങ്ങൾ ഇരുട്ടിൽ തപ്പാൻ റെഡിയാകേണ്ടി വരും എന്ന് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കും. വൈദ്യുതി മേഖലയുടെ സ്വകാര്യവൽക്കരണമാണോ AMIയുടെ ലക്ഷ്യം? അല്ല, വൈദ്യുതി മേഖലയുടെ നവീകരണമാണ് AMIയുടെ ലക്ഷ്യം. അതിൽ സ്വകാര്യ മേഖല കൂടി പങ്കാളികളാണെന്നതാണ് വാസ്തവം. ഇന്ന് PPP, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മോഡൽ എന്ന് പറയുന്നത് വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രതിരോധം ഉൾപ്പെടെ അംഗീകരിക്കപ്പെട്ട ഒരു ബിസിനസ് മോഡലാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത, ഈ PPP മോഡലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മൂലധന നിക്ഷേപം കണ്ടെത്തുന്നു, തൊഴിലവസരങ്ങൾ കൂടുതലായി സൃഷ്ടിക്കുന്നു, സേവനം എത്രയും വേഗം മെച്ചപ്പെട്ട സേവനം മെച്ചപ്പെട്ട രീതിയിൽ അത് ഉപഭോക്താക്കളുടെ ഇടയിൽ എത്തുന്നു. ഇതിലൊക്കെ പൊതുമേഖലയോടൊപ്പം സ്വകാര്യ മേഖലയ്ക്കും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുണ്ട് എന്ന് നമുക്ക് കാലം തെളിയിച്ചതാണ്. ഇതൊന്നും വേറെ സംശയമൊന്നുമല്ല.
ഇപ്പൊ PPP മോഡലിനോട് KSEBL മുഖം തിരിഞ്ഞ് നിൽക്കണം. KSEBL ടെക്നോളജിയിലൂടെ തങ്ങളുടെ ഓപ്പറേഷണൽ എഫിഷ്യൻസി വർദ്ധിപ്പിച്ച് നിലനിൽക്കുവാനുള്ള പ്രായോഗിക സമീപനം കൈക്കൊള്ളുന്നില്ല എങ്കിൽ അവിടെ മറ്റു സർവീസ് പ്രൊവൈഡേഴ്സ് കടന്നു വരിക തന്നെ ചെയ്യും. അതിനകത്ത് ഒരു സംശയമില്ല. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഏതൊക്കെ സ്റ്റേറ്റുകളിൽ പബ്ലിക് യൂട്ടിലിറ്റി പരാജയപ്പെട്ടിട്ടുണ്ടോ, അവരുടെ ഓപ്പറേഷണൽ എഫിഷ്യൻസി പൂറായിരുന്നോ, അവിടെ മുഴുവൻ പ്രൈവറ്റ് ലൈസൻസസ് കടന്നു വന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തത്, ഈ സർക്കാർ സംരക്ഷണം എന്ന കംഫർട്ട് സോണിൽ നിന്ന് ഇനി അങ്ങോട്ട് അധികകാലം തുടരാൻ KSEBക്ക് എന്നല്ല ഒരു സ്ഥാപനത്തിനും സാധിക്കില്ല. ഓരോ സ്ഥാപനവും അതിൻ്റെതായ രീതിയിൽ തനിയെ നിലനിൽക്കേണ്ടതായിട്ടുള്ള തനതായ സാമ്പത്തിക അവസ്ഥ വെച്ച് നിലനിന്ന് മുന്നോട്ട് പോകേണ്ടുന്ന അവസ്ഥ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. AMI പദ്ധതി KSEBL ജീവനക്കാരെയും പെൻഷൻകാരെയും ദോഷകരമായി ബാധിക്കുമോ? അപ്പൊ ഇതാണ്, കാലത്തിനൊത്ത സ്വതന്ത്ര സുസ്ഥിര സ്ഥാപനമായി സ്വയം പരിവർത്തനം ചെയ്യാൻ സാധിച്ചാൽ KSEBL തീർച്ചയായിട്ടും മുന്നോട്ടുള്ള പാത വളരെ സുഗമമാണ്. നിലവിൽ ഏറ്റവും നവീനമായ സാങ്കേതിക വിദ്യ കേന്ദ്ര സർക്കാർ സഹായത്തോടെ സമയബന്ധിതമായി നടപ്പിലാക്കാൻ കിട്ടുന്ന അസുലഭ അവസരമാണ് RDSS സ്കീം വഴി KSEBL മുന്നിൽ വന്നിട്ടുണ്ട്. ഇത് ഒരിക്കലും വെറുതെ ഈ മറ്റുള്ളവര് രാഷ്ട്രീയപരമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ലാഭേച്ഛ കൊണ്ട് പറയുന്നത് കൊണ്ട് കാണേണ്ട കാര്യമില്ല. ഇത് കേരള ജനത ഒന്നടങ്കം വിശ്വസിക്കേണ്ട കാര്യമാണ്. അതായത് ഈ RDSS സ്കീം നമുക്ക് വളരെ വേണ്ടപ്പെട്ടതാണ്. അത് വളരെ ഓൾ ഇന്ത്യ രീതിയിൽ വൺ നേഷൻ വൺ ഗ്രിഡ് എന്നുള്ള ആ ഒരു അടുത്ത ലെവലിലോട്ട് നമ്മൾ എത്തണമെങ്കിൽ അത് ടോട്ടക്സ് മോഡൽ തന്നെയാണ് അത് നടപ്പിലാക്കാനുള്ള ഏക മാർഗമെന്ന് ഉറച്ച് നമ്മളെല്ലാം വിശ്വസിക്കുകയും മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ചോദ്യം എന്ന് പറയുന്നത് ജീവനക്കാരെയും പെൻഷൻകാരെയും ദോഷകരമായി ബാധിക്കുമോ എന്നുള്ളതാണ്. അത് അനശ്വരം നമ്മുടെ ജഗദീഷ് ശ്രീകുമാർ പറഞ്ഞിട്ടുണ്ട്. KSEBL ഈ അവസരം ഉപയോഗപ്പെടുത്തിയാൽ ജീവനക്കാർക്ക് ഇതാണ്, അല്ലെങ്കിൽ ഇതാണ്. എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. KSEBL ജീവനക്കാരുടെ സംഘടനകൾക്ക് എന്താണ് ആശങ്ക? അതിൽ ഒരു കുറച്ചൊരു ഔട്ട് ഓഫ് വേ ആണ്. എന്നാലും സർവീസ് സംഘടനകളുടെ ഈ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ഉണ്ട്. കാരണം ഈ നമ്മൾ ഈ പറയുമല്ലോ, എന്താണ് ഈ മർദ്ദിത അല്ലെങ്കിൽ ചൂഷക വൃന്ദം എന്നൊക്കെ, സംഗതി ശരിക്കും പറഞ്ഞാൽ സർക്കാർ സർവീസിലൊന്നും ഇന്ന് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പൊ ആ രീതിയിലൊന്നും ഒരു ഇടപെടൽ ഇന്ന് സംഘടനയ്ക്ക് അവർക്ക് പ്രത്യേകിച്ച് റോളില്ല. പിന്നെ ഈ ട്രാൻസ്ഫോർമർ പോസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അള്ളി പിടിച്ചുകൊണ്ടാണ് അത് പൊക്കി പിടിച്ചുകൊണ്ടാണ് ഇവർ ഈ അത്യാവശ്യം വേണ്ടുന്ന ഈ നേതാക്കളെങ്കിലും ഒക്കെ ഈ സംഘടനാ നേതാക്കളെങ്കിലും ഒക്കെ പിടിച്ചു പറ്റി പോകുന്നത്. അത് നല്ലൊരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ അതുമൊക്കെ അങ്ങ് പോകും. ഇപ്പൊ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും കഴിഞ്ഞ ആഴ്ചത്തെ റിപ്പോർട്ട് എന്താ പറയുക, അവർ കേന്ദ്രമന്ത്രിയുടെ ഒരു ടോക്കായിട്ട് വന്നിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ എല്ലാ പബ്ലിക് ഡിസ്കോംസും ഓഹരി അധിഷ്ഠിതമായിട്ടുള്ള മേഖലയിലേക്ക് ലിസ്റ്റ് ചെയ്യാനായിട്ട് അവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഈ സർവീസ് സംഘടനയൊക്കെ ഈ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് പകരം ഈ സ്റ്റോക്ക് ഓപ്ഷൻ, നമ്മുടെ സ്ഥാപനം ഓഹരിയിലേക്ക് പോകുമ്പോൾ ഇത്ര ശതമാനം ഓഹരി നമ്മുടെ സ്റ്റാഫിന് കിട്ടണമെന്ന് നിങ്ങൾക്ക് അത്രയും ലാഭത്തിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു 10-20% കുറവ് കിട്ടണമെന്നുള്ള രീതിയിലൊക്കെ ഇന്ന് ധാരാളം ജീവനക്കാർക്ക് ഈ സ്റ്റോക്ക് ഓപ്ഷൻ ആനുകൂല്യമൊക്കെ, ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ എന്തുകൊണ്ടാണ് നമ്മളെ ഇവിടുത്തെ ഈ സംഘടനകൾ ശ്രദ്ധിക്കാത്തത് എന്ന് ഞാൻ എപ്പോഴും അതിശയിക്കാറുണ്ട്. AMI പദ്ധതിയിലൂടെ KSEBL സ്വകാര്യവൽക്കരിക്കുമെന്ന് ജീവനക്കാരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് നിലവിൽ ഒരു വിഭാഗം ട്രേഡ് യൂണിയനുകൾ ചെയ്തു. ഞാൻ ആ ഒരു വിഭാഗം എന്ന് പറയുന്നത് മനഃപൂർവ്വം പറഞ്ഞത് തന്നെയാണ്. കാരണം ഈ KSEBL എഞ്ചിനീയറിംഗ് അസോസിയേഷൻ, അവര് KSEBLന്റെ അകത്ത് തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അവര് സ്മാർട്ട് മീറ്ററും ടോട്ടക്സും എന്നുള്ള രീതിയിൽ, ആശങ്കകളും യാഥാർത്ഥ്യങ്ങളും എന്നുള്ള രീതിയിൽ ഇതൊരു കാലഘട്ടത്തിന്റെ അനിവാര്യമാണെന്നും KSEBL അടുത്ത ലെവലിലേക്ക് പോകുന്നുള്ള ഏക മാർഗം ടോട്ടക്സ് മാതൃകയിൽ സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെന്നും നല്ല മലയാളത്തിൽ ഏതൊരു സാധാരണക്കാരനും വായിക്കത്തക്ക രീതിയിൽ അവര് എഴുതി അവരൊരു ലഘുരേഖയായിട്ട് 10-15 പേജുള്ള ഒരു ലഘുരേഖയായിട്ട് അവർ പുറത്തിറക്കിയിട്ടുണ്ട്. KSEBLന്റെ ഒരു വിഭാഗം ജീവനക്കാരുടെ തെറ്റിദ്ധാരണ വരുത്തുന്നതിന് പോലെ തന്നെ മറ്റൊരു ജീവനക്കാരുടെ സംഘടന ഇതിന് അനുകൂലമായിട്ട് നിൽക്കുന്നു. പിന്നെ മറ്റ് രാഷ്ട്രീയക്കാരൻ കൊണ്ടായിരിക്കാം ഇവരാരും വ്യക്തമായിട്ടൊന്നും രംഗത്ത് വരുന്നില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി സോളാർ പ്രൊസ്യൂമേഴ്സ് ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സോളാർ പ്രൊസ്യൂമേഴ്സിനെ പറ്റിയിട്ടുള്ള 2 കാരണങ്ങളോട് പറഞ്ഞ് ഞാൻ ഇന്നത്തെ പ്രസന്റേഷൻ അവസാനിപ്പിക്കാം. 8:39. ഓക്കെ.
ഇനി അങ്ങോട്ട് ഞാൻ എപ്പോഴും ഒരു ലൈവ് ഉദാഹരണം പറയാം. ഞാൻ താമസിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് എന്റെ അതേ സാമൂഹ്യ സാഹചര്യമുള്ള, അതായത് ഹസ്ബൻഡ് വൈഫ്, 2 കുട്ടികൾ, അത്യാവശ്യം ഒരു 2 നില വീട്, 3 ബെഡ്റൂമോ 4 ബെഡ്റൂമോ ഉള്ള ഒരു വീട്, ഇങ്ങനെയൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ അവരുടെ പ്രതിമാസ ബില്ലെന്ന് പറയുന്നത് 5000-ന് മേലെ ഇലക്ട്രിസിറ്റി ബില്ല് വരും. അപ്പൊ ഞാന് വീട് വെച്ചപ്പോ തന്നെ ഈ സോളാർ വെച്ചത് വഴി എന്റെ കഴിഞ്ഞ മാസത്തെ ബില്ലെന്ന് പറയുന്നത് 185 രൂപയാണ്. ഇത് കേൾക്കുമ്പോൾ മറ്റേ നമ്മുടെ അയൽവാസിക്ക് ഭയങ്കര ഒരു മുഖം പെട്ടെന്ന് അങ്ങ് മാനമാവും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇനി അങ്ങോട്ട് 30 ലക്ഷത്തിലേറെ എസ്റ്റിമേറ്റിൽ പുതിയ വീട് പണിയുന്ന ഇന്നത്തെ ചെറുപ്പക്കാരെല്ലാം തന്നെയും സോളാർ പ്ലാന്റ് കൂടി ബിൽഡിംഗ് ഡിസൈന്റെ ഭാഗമാക്കുമെന്ന് ഉറപ്പാണ്. ഇത് ഈ ബിൽഡിംഗ് ഡിസൈൻ നമ്മൾ ഡൊമസ്റ്റിക് വീടുകൾ മാത്രം കൊണ്ട് അവശേഷിക്കുന്നില്ല കേട്ടോ. നമ്മുടെ ഈ ചെറുകിട ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് നിങ്ങൾക്ക് KCBL അവർക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യുതി ഉറപ്പാക്കാൻ സാധിച്ചില്ല എങ്കിൽ അവരുടെ പ്രോജക്ട് പ്രപ്പോസലിനകത്ത് ചെറിയ ഒരു ഓപ്ഷൻ കൂടെ, ഒരു ഫാക്ടറും കൂടെ വരും. എൻഷുറിങ് ഇലക്ട്രിസിറ്റി എന്നുള്ള രീതിയിൽ അവര് സ്വയം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു യൂണിറ്റും ഒരു ഓപ്ഷനും കൂടി അതിനകത്ത് വെക്കും. ഇപ്പം 5 കോടി രൂപ മുടക്കുന്ന ഒരാളിന് ഒരു 50 ലക്ഷം രൂപ ഇതിനു വേണ്ടി മുടക്കാനായിട്ട് എന്താ ബുദ്ധിമുട്ട്? അത് മാത്രമല്ല, ഇപ്പൊ ഒരു 30-40 കിലോമീറ്റർ ഒക്കെ ഒരു ദിവസം കമ്മ്യൂട്ടേഷൻ, ഓഫീസ് ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകേണ്ടി വരുന്ന ആൾക്കാർക്ക് ഇലക്ട്രിക് സ്കൂട്ടറോ അല്ലെങ്കിൽ ഇലക്ട്രിക് കാറോ എന്ന് പറയുന്നത് ഇക്കോണമിക്കലി വയബിൾ ഓപ്ഷൻ ആണ്. അപ്പൊ ധാരാളം അത്തരം കാര്യങ്ങൾ നമ്മുടെ ഇവിടെ വരാൻ പോവുകയാണ്. പിന്നെ സർക്കാർ സബ്സിഡി ഉണ്ട്. ചെറു പട്ടണങ്ങളിൽ പോലുമുള്ള സോളാർ ഇൻസ്റ്റലേഴ്സിന്റെ സാന്നിധ്യം അവരുടെ മാർക്കറ്റിംഗ് ഒരു പ്രധാന ഘടകമാണ്. പരിസ്ഥിതിയോടെ ജനങ്ങളുടെ അവബോധം, പിന്നെ ജനങ്ങളുടെ വർദ്ധിക്കുന്ന ഫിനാൻഷ്യൽ ലിറ്ററസി. ഞാൻ ഈ പറഞ്ഞ അയൽവക്കക്കാരന് വളരെ ക്ലിയർ ആണ്, അയാൾക്കറിയാം ഇതിന്റെ ഇംപ്ലിക്കേഷൻ എന്താണ്. അപ്പം ഇത് വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സോളാർ ഉൽപാദകരും ഉപഭോക്താരും ആയി മാറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ സോളാർ കൺസ്യൂമേഴ്സ് വൈദ്യുതി ഗ്രിഡിലെ തകരാറുകൾക്ക് ഉത്തരവാദിയാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് ഈ 3-4 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പം ഇവിടെ ആരാണ് മാറേണ്ടതെന്നാണ് നമ്മൾ ഈ ചോദ്യം. കാലഘട്ടത്തിന്റെ അനിവാര്യമായ ടെക്നോളജിയിൽ നിന്ന് ജനങ്ങൾ അകന്നു നിൽക്കണമോ, അതോ സാഹചര്യത്തിനനുസരിച്ച് ഒരു കൊമേഴ്ഷ്യൽ സർവീസ് പ്രൊവൈഡറായ KCBL മാറണം? ജനങ്ങൾ ഏതായാലും സോളാർ അല്ലെങ്കിൽ വിൻഡ് അല്ലെങ്കിൽ അതുപോലെയുള്ള റിന്യൂവബിൾ എനർജിയിലേക്ക് പോകുമെന്നതിന് ഉറപ്പാണ്. അപ്പൊ ഒപ്പം വരാൻ KCBL തയ്യാറാണോ എന്നതാണ് നമ്മുടെ ചോദ്യം. അതിന് തയ്യാറല്ലെങ്കിൽ ട്രാൻസ്ഫോമർ കത്തുന്നതിന്റെയും മറ്റും കാരണം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാതെ KCBL സ്വയം വിലയിരുത്തൽ നടത്തി പ്രവർത്തനങ്ങളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അടുത്തത് ലാസ്റ്റ് ഒരു പോയിന്റ് ആണ്. സോളാർ കൺസ്യൂമേഴ്സ് കാരണമാണ് മറ്റ് കൺസ്യൂമേഴ്സിന് ചാർജ് വർധന വരുന്നത്. ഇത് ശരിയാണ്. ഇത് ഒരു പ്രൊപ്പഗാൻഡയായിട്ട് പലപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം. ലോകത്തൊരിടത്തും ഇല്ലാത്തൊരു ആരോപണമാണ്. കാരണം ലോകത്തെല്ലായിടത്തും സോളാർ മറ്റ് റിന്യൂവബിൾ എനർജി സോഴ്സിനെ ധാരാളം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അവിടെയൊന്നും ഇല്ലാത്ത ഒരു ആരോപണമാണിത്. സോളാറുകാർ വൈദ്യുതി കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് വ്യക്തമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ വേണം KCBL പറയാൻ. നമ്മൾക്കറിയാലോ ഡിവോഡ് ഇൻവെർട്ടർ എത്ര പേർക്ക് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ അതൊന്നും ഇല്ലാതെയാണ് KCBL ഒരു റിപ്പോർട്ട്, തെറ്റായിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് KCBL KCRC കൊടുത്തിരിക്കുന്നത്. ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതികൾ കൂടുതലുള്ള നമ്മുടെ സംസ്ഥാനത്ത് സോളാറുകാർ പവർ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ടിന് ആനുപാതികമായി രാത്രി ഉൽപാദനത്തിന് വെള്ളം സംഭരിക്കപ്പെടും. പിന്നെ മറ്റുള്ള സംസ്ഥാനം, പ്രത്യേകിച്ച് കർണാടക സ്റ്റേറ്റിലൊക്കെ പിയർ ടു പിയർ വീലിംഗ്, ഇവരതിനെ ക്ലൗഡ് ഈ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ വരെ കൊണ്ടുവന്നിട്ട് പിയർ ടു പിയർ വീലിംഗ്, സർക്കാരിന് ഇടപെടാതെ തന്നെ 2 പേര് തമ്മിൽ തീരുമാനിച്ചാൽ അവർക്ക് സോളാറിൽ നിന്നുള്ള വൈദ്യുതി അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നതിനുള്ള, വിൽക്കുന്നതിനുള്ള, വാങ്ങുന്നതിനുള്ള അവസ്ഥ അവിടങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ മീറ്റിംഗ് RPO ഈ റിന്യൂവബിൾ പർച്ചേസ് ഒബ്ലിഗേഷൻ ടാർഗറ്റ് നമ്മുടെ പബ്ലിക്കിന്റെ ജനപങ്കാളിത്തത്തോടു കൂടി തന്നെ അത് സാധ്യമാക്കുന്ന പദ്ധതികളാണ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ആനുകൂല്യം, കാർബൺ ക്രെഡിറ്റ്സിന്റെ ഒക്കെ ആനുകൂല്യം ശരിക്കും നമ്മുടെ KCBL ലഭിക്കേണ്ടതാണ്, ഇവിടുത്തെ ഓരോ കൺസ്യൂമേഴ്സിനും ലഭിക്കേണ്ടതാണ്. അപ്പൊ ഈ ബെനിഫിറ്റ്സ് എല്ലാം തന്നെയും സാധാരണഗതിയിൽ ഒരു പബ്ലിക് പൊതുമേഖലാ സ്ഥാപനം എന്നുള്ള രീതിയിൽ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന് കൂടി ഷെയർ ചെയ്യേണ്ടതാണ് KCBL ചുമതല. അതിന് പകരം ഇവിടെ ജനങ്ങളെ തമ്മിലടുപ്പിക്കുന്ന ദയനീയ കാഴ്ചയാണ്. സത്യസന്ധമായി പറഞ്ഞാൽ നമ്മുടെ വൈദ്യുതി മേഖല നടമാടുന്ന കെടുകാര്യസ്ഥത മറച്ചു പിടിക്കാൻ കേരളത്തിൽ മാത്രം നടത്തുന്ന വെറും കുതന്ത്രമാണ് ഈ സോളാർ കൺസ്യൂമേഴ്സ് കാരണമാണ് മറ്റു കൺസ്യൂമേഴ്സിന് ചാർജ് വർധന വരുന്നത് എന്നുള്ള ആരോപണം. ഇതിനകത്ത് പറയേണ്ടത്, ദയവായി സോളാർ കൺസ്യൂമേഴ്സിനെ അപമാനിക്കരുത്. സ്വന്തമായി മുതൽ മുടക്കുന്നവര് പുച്ഛത്തോടെ കാണുന്ന മലയാളിയുടെ അവസാനത്തെ തലമുറയാണ് ഞാനും. ഇതിൽ പലരും, കൂടുതൽ പേരും 40 പ്രായമുള്ളവർ എന്ന അവസ്ഥ തിരിച്ചറിയുന്നു. ഇപ്പൊ എനിക്ക് 51 വയസ്സായി.
അപ്പൊ എന്റെ മകൻ 20 വയസ്സായി, അവനോടൊക്കെ ചെന്നിട്ട് അദാനി മോശക്കാരനാണ്, അംബാനി മോശക്കാരനാണെന്ന് പറഞ്ഞാൽ അവൻ ഓ അച്ഛാ പണി നോക്കി എന്ന് പറയും. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മുടെ ഒരു 40 വയസ്സിൽ മേൽ പ്രായമുള്ളവരുടെ ഒരു പ്രശ്നമാണ് ഈ സ്വന്തമായി മുതൽ മുടക്ക് നടത്തുന്നവരോട് ഇത്രയധികം പുച്ഛം വെച്ചു കൊടുക്കുന്നത്. അപ്പൊ ഉപഭോക്താക്കൾ ഭിന്നിച്ചു നിന്നാൽ, അതായത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള അവസരം വൈദ്യുതി രംഗത്ത് കൈയാളുന്നവർക്ക് സാധിക്കും. അത് കുറച്ചു കാലം കൂടി ഒരുപക്ഷെ അവരെ കൊണ്ട് സാധിച്ചേക്കാം. അപ്പോഴും കൺക്ലൂഷനായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, കുറച്ചുപേരെ കുറെ കാലത്തേക്ക് പറ്റിക്കാം, എന്നാൽ എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ സാധിക്കുമോ? ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഈ ടോക്ക് അവസാനിപ്പിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ അടുത്ത DPR വെച്ചുള്ള ഡിസ്കഷന്റെ ഒരു ബേസിക്, ഒരു പ്രീ റിക്വസിറ്റ് ആയിട്ട്, അതായത് അതിന്റെ ഒരു ബേസിക് ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ ഇതിലൂടെ ഉദ്ദേശിച്ചത്.